أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم خالدين فيها أبدا إن الله عنده أجر عظيم يا أيها الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا ذلك جزاء الكافرين وذلك جزاء الكافرين ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم صدق الله. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين അജഅൽതും സിഖായത്തൽ ഹാജ്, ഹാജിക്ക് വെള്ളം കൊടുക്കുന്നതിനെ നിങ്ങൾ ആക്കുകയാണോ? വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം,
വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനത്തെയും നിങ്ങളാക്കുകയാണോ? കമൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനെ പോലെ ആക്കുകയാണോ? വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവനെ പോലെയും വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുന്നവരെയും പോലെയാക്കുകയാണോ? ലാ യസ്തവൂന ഇൻദല്ലാഹ്, അങ്ങനെ ഇരുവരും അല്ലാഹുവിന്റെ അടുക്കൽ സമമാകില്ല. അതായത് ഇമാറത്തുൽ മസ്ജിദ് നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം ഇപ്പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം യോഗ്യമായി കൊള്ളണമെന്നില്ലെന്നർത്ഥം. നേരത്തെ പറഞ്ഞു എന്ത്? പള്ളിയുടെ പരിപാലകർ ആരാകണം? ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാ വആതസ് സക്കാ വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ പരിപാലകരാകേണ്ടത് മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണ്, വഅഖാമസ് സ്വലാ, നമസ്കാരം നിലനിർത്തുന്നവരാണ്, വആതസ് സക്കാ, സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാത്തവരാണ്. 5 നിബന്ധനകളാണ് അതിന് വേണ്ടത്. 5 നിബന്ധനകളൊത്തവരാണ് ഇന്നമാ യഅ്മുറു എന്ന് പറയുന്നതിന് അർത്ഥം. ഇന്നമാ യഅ്മുറു ഒരു പ്രത്യേകമായ ഒരു ക്ലിപ്തത കൊടുക്കുകയാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ, ചിലർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇന്നമാ യഅ്മുറു മൻ, പള്ളികൾ പരിപാലിക്കേണ്ടവർ ഇന്ന ആളുകൾ മാത്രമാണ്. ആരാണത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, വഅഖാമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവർ, വആതസ് സക്കാ, സക്കാത്ത് കൊടുക്കുന്നവർ, വലം യഖ്ശ ഇല്ലല്ലാഹ് വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ഇത് ഇനി ഈ വരാൻ പോകുന്ന ആയത്ത് എന്താണെന്ന് അറിയോ? ഇതിന്റെ പശ്ചാത്തലം മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അതുപോലെ തന്നെ ഷൈബയും അലി ഇബ്നു അബീ താലിബും തമ്മിലുള്ള തർക്കമാണ്. ഞങ്ങൾ പള്ളി പരിപാലിക്കുന്ന ആളുകളും മസ്ജിദുൽ ഹറാമിൽ പരിപാലനം നടത്തുന്നവരും അതുപോലെ തന്നെ അവിടെ വന്നുകൊണ്ടിരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ അലി ഇബ്നു അബീ താലിബ് ഒരു ആത്മകഥം പോലെ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വിളി കേട്ട് പരിശുദ്ധ ദീനിലേക്ക് ആദ്യം ഓടിയെത്തിയവരാണ്, അതിനുശേഷമുണ്ടായ യുദ്ധങ്ങളിൽ ജിഹാദ് നടത്തിയവരാണ്. നിങ്ങൾ എന്ത് വലിയ വർത്തമാനമാണ് ഈ പറയുന്നത് എന്നാണ് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ ചോദ്യം. ഈ ചോദ്യം റസൂലുള്ളാഹിയുടെ മുമ്പിലും എത്തുന്നുണ്ട്. ഈ സമയത്താണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത്. അതായത് കേവലം പള്ളി പരിപാലകനം എന്നതുകൊണ്ട് മാത്രം ആരും ആകുന്നില്ല, വലിപ്പമുള്ളവൻ ആകുന്നില്ല. അല്ലെങ്കിൽ ഹാജിക്ക് പിന്നെ വെള്ളം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒന്നുമാകുന്നില്ല. മറിച്ച് എന്താകണം? മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കണം. മാത്രവുമല്ല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. അതിന്റെ പോരാട്ടവേളകളിൽ പോരാട്ടം നടത്തുകയും വേണം. ഇവർ രണ്ടുപേരും സമമാകണമെന്നില്ല. പള്ളിയുടെ പരിപാലകനായി എന്നതുകൊണ്ട് മാത്രം ഇപ്പറയപ്പെട്ട യോഗ്യതകളിലേക്ക് അവരെത്തണമെന്നില്ല. പള്ളിയുടെ പരിപാലകനാകണമെങ്കിൽ എന്തുണ്ടാകണം? മൻ ആമന ബില്ലാഹി വേണം, അതായത് വിശ്വാസം ഉണ്ടാകണം. ഇത് രണ്ടും കൂടുന്ന ആൾക്കാണെങ്കിൽ എന്താവും? ഇത് ശരിയാവും. ഇല്ലെങ്കിലോ ലാ യസ്തവൂൻ, അവർ രണ്ടുപേരും എന്തല്ല? സമമല്ല. ഇരുവരും എന്നല്ല, അവർ സമമല്ല. ഏത് അവർ? പള്ളിയുടെ പരിപാലകരായി വിശ്വാസമില്ലാത്തവർ. അത് ആദ്യകാലത്തിന്റെ കഥയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് ആദ്യകാലങ്ങളിലെ പിന്നെ ബഹുദൈവാരാധകരായ ഹാജിമാർ, അതായത് അപ്പോഴും അവിടെ എന്തുണ്ട്? ഹാജി ഉണ്ട്. അങ്ങനെ വന്നിരുന്നവർക്ക് വെള്ളം കൊടുത്തവരാണ് ഞങ്ങൾ, പള്ളിയുടെ പരിപാലകരാണ് ഞങ്ങൾ എന്നൊക്കെ വർത്തമാനം പറയുമ്പോഴാണ് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഏതായാലും അവിടെ അത് ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം മാത്രമാണ്. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിന്റെ അപ്പുറവും ഉള്ളടക്കമുള്ളതാണല്ലോ ആയത്തുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലം ഒരു നന്മയുടെ പ്രതിഫലനത്തിനപ്പുറം അതിന്റെ ഉള്ള് ഏതാകണം? അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജിഹാദിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയുന്ന വിധം, യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാട്ടം നടത്താൻ കഴിയുന്ന വിധം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന, അള്ളാഹു അല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടമല്ലാത്ത മറ്റു ഇഷ്ടങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത വിധം അങ്ങനെ അഭിരമിച്ച ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു അക്രമകാരികളായ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ല. അക്രമകാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്
കേവലം പ്രകടനപരതയിൽ മാത്രം മതത്തെ കാണുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല. അള്ളാഹു ഉള്ളു തരട്ടെ. അതായത് കേവലം പ്രകടനപരതയിൽ മാത്രം നിൽക്കുന്നവന് അതല്ല, ഈ പ്രകടനപരതയിൽ നിന്നാണ് എന്തുണ്ടാവുന്നില്ല, ശരിയായ സംസ്കാരം ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ മതം എന്താണെന്ന് പഠിപ്പിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞു എന്ത്, ശരിയായി മതത്തെ വിശ്വസിച്ചവൻ ഏറ്റവും പ്രധാനമായി സംസ്കാരമുള്ളവനാകും. അവന്റെ ഹൃദയം ആർദ്രമാണ്. അതുകൊണ്ടാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. കണ്ടോ അല്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ കുറിച്ച് അങ്ങേക്ക് എന്തു പറയാനുണ്ട് നബിയെ? ആരാണ് ആ കളവാക്കുന്നവൻ? ആരാണ് ആ കളവാക്കുന്നവൻ? അവൻ അനാഥനെ ആട്ടിയോടിക്കുന്നവനും പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നവനുമാണ്. അങ്ങനെ ചെയ്യുന്നവനാണ്. മാത്രവുമല്ല, അവൻ കൊച്ചു നന്മകളെപ്പോലും നിരുത്സാഹപ്പെടുത്തുന്ന വിധം ദുഷിച്ച മനസ്സുള്ളവനാണ്, സങ്കുചിതമായ മനസ്സുള്ളവനാണ്. മുഅ്മിനാരാണ്? വിശാലമായ മനസ്സുള്ളവൻ. അപ്പൊ വൈലുൽ മുസല്ലിൻ പിന്നെ എന്തിനാ അവിടെ ചേർത്ത് പറഞ്ഞത്? നിസ്കരിക്കുണ്ടാവും, പക്ഷെ എന്താവൂല, ഹൃദയം വിശാലവും ആർദ്രവുമാവൂല. ഒരു യത്തീമിന്റെ ശിരസിലൊന്ന് തലോടുമ്പോഴും നിന്റെ ഹൃദയത്തിന് ആർദ്രത ഉണ്ടാകും എന്ന് പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണത്? കരുണയുള്ള മനസ്സാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൊണ്ടാണ്. അപ്പോ ഇതൊന്നുമില്ലാത്ത പ്രകടനമാണോ നിസ്കാരം? എന്നാ അതിൽ വലിയ കാര്യമില്ല. ഇതൊന്നുമില്ലാത്ത പ്രകടനമാണോ പള്ളി പരിപാലനം? എന്നാ അതിൽ വലിയ കാര്യമില്ല. ഉള്ളിൽ ദീനുള്ളവനെ പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ. ശരിക്കും പഠിച്ചു വെച്ചോ. ഉള്ളിൽ ദീനുള്ളവനെ എന്ത് ചെയ്യാൻ അർഹതയുള്ളൂ? പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ. ദീൻ എന്ന് പറഞ്ഞ വിശ്വാസം, ഇത് എല്ലാം തികഞ്ഞൊരാളെങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. മറിച്ച് എന്താണ്? മനുഷ്യന്റെ ദൗർബല്യങ്ങളും അവന്റെ തെറ്റുകുറ്റങ്ങളും അവന് മാത്രമായി ഉടമസ്ഥനായ തമ്പുരാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല. മറിച്ച് ഇതിൽ ഉള്ളൊരു വിശ്വാസമാണ്. പഠിച്ചവനെ എന്റെ മസ്ജിദ് അല്ലെങ്കിൽ എന്റെ ദീൻ, അത് സംബന്ധമായി എനിക്കുണ്ടാകേണ്ട നിർബന്ധമായി അതിൽ ഞാൻ മറ്റെന്തിനേയും കരുതാതെ അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം കരുതുന്ന അടിസ്ഥാനത്തിൽ ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തി, അതിന് തുല്യമാകില്ല പ്രകടനപരത. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ പ്രകടനപരതയാണോ എങ്കിൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അത്തരം അക്രമകാരികൾക്ക് അല്ലാഹു ഹിദായത്തെ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ വെറുതെ റിയാ മാത്രമാണോ? നോക്കൂ നിങ്ങൾ, ഈ പിന്നെ റിയാ മാത്രം നിൽക്കുക എന്ന് പറഞ്ഞാൽ റിയാ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷിർക്കാണെന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഷിർക്കാണത്. അതൊരു കൊച്ചു ഷിർക്കാണ്. എന്തേ കാരണം? നമ്മുടെ റിയാ ആരോടാ കാണിക്കുന്നത്? നമ്മുടെ റിയാ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്, അല്ലേ? അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു അറിയണം എന്ന് മാത്രം കരുതുമ്പോൾ വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരെയും അവൻ പേടിക്കുന്നില്ല. അതേസമയം നമ്മൾ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോക്കുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അവിടെ മറ്റൊരാൾ കാണുന്ന ആഗ്രഹിക്കുന്നത് മറ്റൊരാളാണെങ്കിലോ അവിടെ എന്തുണ്ടാകുന്നു? ഒരു മറ്റൊരാളെ ചേർക്കുന്നു. എന്റെ ആരാധനയിലേക്ക് ഞാൻ മറ്റൊരാളെ ചേർക്കുന്നു. ആ മറ്റൊരാൾ മനുഷ്യനാകുമ്പോൾ അവിടെ എന്ത് തോന്നുന്നു? കൊച്ചു ഷിർക്കാണെന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോട്ടറി കച്ചവടക്കാരുടെ ഷിർക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏതിലും ഷിർക്ക് പറയണമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ഇതിൽ കൃത്യമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു മനുഷ്യനെ പങ്കാളിയാക്കാണ്, ഇതൊരാളെ പങ്കാളിയാക്കാണ്. ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് മറ്റു ചില പ്രയോജനങ്ങളുണ്ട്. ഏതാ പ്രയോജനം? മനുഷ്യർക്കിടയിൽ ഞാനൊന്ന് ആളാവും. ഞാൻ വലിയ മുഅ്മിനാണ്, ഞാൻ വലിയ നിസ്കാരിയാണ്, ഞാൻ വലിയ സക്കാത്ത് കൊടുക്കുന്നവനാണ് എന്നറിയിക്കലുണ്ടാവും. അപ്പോൾ അതെന്തുണ്ടാകുന്നു? ഒരു കൊച്ചു ശിർക്കുണ്ടാവും. അത് പടച്ചോൻ വിടൂല. ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അതാണ് ദുൽമ്. അക്രമി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനവനോട് ചെയ്യുന്ന അക്രമാണല്ലോ ഏറ്റവും വലിയ വലുത്. അതുകൊണ്ടാണ് ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ആ അക്രമകാരികളായ ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്. അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിളിയാളം കേട്ട് മദീനയിലേക്ക് ഹിജ്റ ചെയ്തവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തിൽ വിശ്വസിച്ചവരുമായ ആളുകൾ വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം, അവരുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊരുതിയവർ, വഅൻഫുസിഹിം, സ്വശരീരങ്ങൾ കൊണ്ടും പൊരുതിയവർ, അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവരാണ് ഏറ്റവും വലിയ പദവിയുള്ള ആളുകൾ. അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവരാണ് വലിയ പദവിയുള്ളവർ.
വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരത്രേ ജയിച്ചവർ, അവർ തന്നെയാണ് ജയിച്ചവർ. കുത്തുകൊള്ളുമ്പോ എന്ത് പറയാം? എന്തല്ല സ്വഹാബാക്കളുടെ രീതി ഞാൻ പറഞ്ഞില്ലേ. ഹറാമിനു മിൽഹാൻ റളിയല്ലാഹു അൻഹു കഠാരയുടെ മുന തന്റെ നെഞ്ചു പിളർത്തി വരുമ്പോ ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ തമ്പുരാൻ തന്നെ സത്യം ഞാൻ ജയിച്ചു. അല്ലോ ചതിച്ചു എന്നല്ല പറഞ്ഞത്, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ തമ്പുരാൻ തന്നെ ഞാൻ ജയിച്ചു പോയി, ഞാൻ ജയിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. അതാണ് ഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് ജയിച്ച വിഭാഗം. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. യുബശ്ശിറുഹും റബ്ബുഹും, അവരുടെ തമ്പുരാൻ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബിറഹ്മത്തിൻ മിൻഹു, അവന്റെ അടുക്കൽ നിന്നുള്ള നിരന്തരമായ കാരുണ്യം കൊണ്ട്, വറിദ്വാനിൻ, അവന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തി കൊണ്ട്, വജന്നാത്തിൻ, സ്വർഗത്തോപ്പുകൾ കൊണ്ട്, ലഹും, അവർക്കുള്ള സ്വർഗത്തോപ്പുകൾ കൊണ്ട്, ഫീഹാ നഈമുൻ മുഖീം, അവിടെ നിരന്തരമായി ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗത്തിൽ അവർ നിരന്തരം ശാശ്വതരാണ്. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, നിശ്ചയം അല്ലാഹു അവന്റെ അടുക്കലാണ് അജ്റുൻ അളീം, വലിയ വണ്ണമുള്ള പ്രതിഫലമുള്ളത്. ജിഹാദ് ചെയ്തവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചവൻ, എന്തൊക്കെയുള്ളത്? ഒന്ന്, സ്വർഗമുണ്ട്, റിദ്വാനും മിനല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തെക്കാളും വലുതാണേത്? റിദ്വാനും മിനല്ലാഹ്. എല്ലാം കിട്ടിയിട്ടാണ് അള്ളാഹു ചോദിക്കുക, നിങ്ങൾക്കെല്ലാം തൃപ്തിയായോ? അപ്പോഴും തൃപ്തിയാതെ നിൽക്കുന്നുണ്ട്. അതാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതോടെന്തായി? തൃപ്തിയായി. അപ്പൊ അതെന്തായിരിക്കും? അല്ലാഹു അഅലം. അല്ലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിസം അല്ലേ? അതില് എന്താ? അവിടെ തരുണീമണികളുണ്ട്, മനോഹരമായ പഴങ്ങളുണ്ട്, കിടക്കയുണ്ട്, അങ്ങനെ കിടക്ക സുഖിക്ക. അതൊരു മെറ്റീരിയൽ അല്ലേ? അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആത്മീകമായ ആസ്വാദനത്തിന്റെ ലെവലാണിത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു ആണ്. അതുകൊണ്ടാണ് സൂഫി വര്യന്മാരായ മഹത്തുക്കൾ പറയുമായിരുന്നു, പഠിച്ചോനെ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയെങ്കിലും ഇടും, അതൊന്നും നമുക്ക് വിഷയമല്ല. എന്താ കാരണം? സ്വർഗമോ നരകമോ എന്റെ പ്രശ്നേ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ നരകം ഞാൻ ചോദിച്ചു വാങ്ങാണെന്നാണോ? അല്ല. പക്ഷെ സ്വർഗം നരകം എന്നതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊന്നുണ്ട്. എന്താണത്? നിന്റെ സ്നേഹം, നിന്റെ സ്നേഹം, നിന്റെ സ്നേഹം. നീ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിലെ എല്ലാ സ്നേഹങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് പോകാനാവും. അതാണ് റിദ്വാനും മിനല്ലാഹ്. അതിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം കൊടുക്കേണ്ടത്. സ്വർഗം കിട്ടും. റിദ്വാനും മിനല്ലാഹ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? സ്വർഗം ഉണ്ടാവും. അവനവന്റെ അടിമകളെ കൊണ്ടുപോയി നരകത്തിലിട്ടിട്ടല്ലോ തൽക്കാലം അള്ളാഹു തൃപ്തിപ്പെടാം. മറിച്ച് പക്ഷെ അതും ആർക്ക് വലുതല്ലെന്നർത്ഥം? ശരിക്കാലോചിച്ചാൽ അത് വലുതല്ല. മറിച്ച് അതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആസ്വാദനത്തിന്റെ സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ എന്ത് പറഞ്ഞത്? അവിടെ റിദ്വാൻ, സ്വർഗം ഉണ്ടായിട്ട് പിന്നെ എന്തിനാ റിദ്വാൻ എന്ന് ചോദിക്കേണ്ട? സ്വർഗത്തെക്കാളും വലുതാണ് ഇത്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഇങ്ങനെ ആസ്വദിച്ചു ജീവിക്കാൻ സാധിക്കും. മറ്റെല്ലാം ഭൗതികമായ ജീവിതം പോലെയാണ്. ഭൂമിയിൽ കണ്ടത് തന്നെയാണ് സ്വർഗത്തിലും കാണാൻ പോകുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഔറസനൽ അർദ്, ഈ ഭൂമി തന്നെ ഞങ്ങൾക്ക് ഇവൻ അള്ളാഹു തമ്പുരാൻ എന്തു ചെയ്തു തന്നിരിക്കുന്നു? ഈ ഭൂമി തന്നെ അനന്തരം തന്നിരിക്കുന്നു എന്നാണ്. ഈ ഭൂമി എന്ന് പറഞ്ഞ സ്വർഗത്തോപ്പ് കണ്ടാലും ഭൂമി പോലെ തോന്നും. അല്ലെങ്കിലും ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു പൂവാടി പോലെയാണ് സ്വർഗം ഉണ്ടാവുക. സ്വർഗം അതിനേക്കാൾ മനോഹരമായിരിക്കും. പക്ഷേ ഭൂമിയിലെ സൗന്ദര്യങ്ങൾ പോലെയുള്ള സൗന്ദര്യങ്ങൾ അവിടെയും കാണും. അപ്പോ ഒരു ശരിക്ക് വളരെ താത്വികമായി ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെന്ത് കാര്യം? അതിനും അപ്പുറത്ത് നിൽക്കണം. എന്താണത്? അള്ളാഹുവിന്റെ തൃപ്തിയുടെ ആസ്വാദ്യകരമായ അവസ്ഥകളിലേക്ക് എത്തണം. അതാണ് യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻ, അവന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ് അള്ളാഹു ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. വറിദ്വാനിൻ, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. വജന്നാത്തിൻ, എന്നിട്ടേ പിന്നെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞുള്ളൂ. അത് രണ്ടും കിട്ടിയാൽ പിന്നെ സ്വർഗം വലിയ പ്രശ്നമല്ല.
വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം. അവിടെ അനുഗ്രഹങ്ങൾ, നിരന്തരമായുള്ള അനുഗ്രഹങ്ങളുള്ള സ്വർഗങ്ങൾ. ഖാലിദീന ഫീഹാ അബദാ. സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ ഇങ്ങനെ പ്രത്യേകം 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 ഓരോരുത്തർക്കും പ്രത്യേക സാമ്രാജ്യങ്ങൾ തന്നെ ഉണ്ടാവും. അവനവന്റെ കൂലി അനുസരിച്ച് അവനവന് വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ബിൽഗേറ്റ്സിനുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഉണ്ടാവും റളിയല്ലാഹു അൻഹു അല്ലേ. അവിടുത്തെ മില്യനർ അല്ല, അതിനേക്കാൾ അപ്പുറത്ത് പറയാനുണ്ടെങ്കിൽ അത് ആരായിരിക്കും? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. കാരണം ഒരുപാട് ചെയ്തു തീർത്ത മനുഷ്യനാണ് സിദ്ദീഖ്. എല്ലാ വാതിലും മാടി വിളിക്കുമെന്ന് പുണ്യനബി പറഞ്ഞയാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് അങ്ങ് കടന്നു വരുമ്പോ സകല മാലാഖമാരും ഓരോ വാതിലിൽ നിന്നും അങ്ങയെ സ്വാഗതം ചെയ്യുന്നുണ്ടാകും. അങ്ങയുടെ ഓരോ നന്മകളും ഈ ഉമ്മത്തിനെ ജയിച്ച നന്മകളാകുന്നുവെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹുവിന്റെ റസൂലിന് ആദ്യം വിളി കേട്ടയാൾ സിദ്ദീഖുൽ അക്ബറാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അള്ളാഹു തന്നെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ചാക്കുടുത്തു നിന്ന സിദ്ദീഖിനു നേരെ. ഭൂമിയിൽ ആകാശത്തും മലക്കുകൾ ചാക്കുടുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ പുണ്യനബി ചോദിച്ചു, എന്തേ ജിബ്രീൽ താങ്കൾ ചാക്കുടുത്തു നിൽക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മലക്കുകൾ മുഴുവനും ചാക്കുടുത്തു നിൽക്കുകയാണ്. എന്തേ അതിനു കാരണമെന്ന് ചോദിച്ചപ്പോൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്നുണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് ചാക്കുടുത്ത്. അങ്ങനെ വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഞങ്ങളോടെല്ലാം ഇന്ന് യൂണിഫോം ഒരൊറ്റ ഒന്നാക്കാൻ, ചാക്കുടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്തു അവസാനം ദീനിനൊന്നുമില്ലാതെ വന്നപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെയായ ആ മനുഷ്യൻ അന്നത്തെ ദിവസം എവിടെയും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ചാക്കുടുത്തിരുന്നു സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു. ആ മില്യനേറെയാണ് എവിടെ കാണാൻ കഴിയുക? സ്വർഗത്തിൽ വലിയ രാജപദവിയോടെ സിദ്ദീഖ് ഉണ്ടാവും. ഓരോരുത്തരും ചെറിയ ചെറിയ രാജപദവികൾ ഉണ്ടാവും. അവിടുത്തെ സേവകരായി മലക്കുകൾ ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തരട്ടെ. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. നിശ്ചയം അല്ലാഹു അവന്റെ അടുക്കലാണ് അജ്റുൻ അളീം, വലിയ പ്രതിഫലം. ഈ വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇല്ല. അതിന് അല്ലാഹു ഒരു പ്രത്യേകമായ ഒരു ലിമിറ്റേഷൻ കൊടുക്കാതെ എല്ലാ വലിപ്പവും അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ. ഏ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും ആക്കണ്ട, ഔലിയാഅ സംരക്ഷകരാക്കണ്ട, ഇനിസ്തഹബ്ബുൽ കുഫ്ര അവർ കുഫ്റിനെ ഇഷ്ടപ്പെട്ടാൽ, അലൽ ഈമാനി ഈമാനിനേക്കാൾ അവർ കുഫ്റിനെ സെലക്ട് ചെയ്താൽ അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. അവ ആത്യന്തികം എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കലാണ്. ഇനിസ്തഹബ്ബുൽ കുഫ്ര അവർ കുഫ്റിനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ചേർത്ത് പറഞ്ഞ ആൾക്കാരാണ് ആര്? മാതാപിതാക്കൾ അല്ലേ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, നാം പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു മനുഷ്യരോട്, ബിവാലിദൈഹി അവന്റെ മാതാപിതാക്കളെ കുറിച്ച്, ഇഹ്സാനൻ അവർക്കു നന്മ ചെയ്യണമെന്ന് പ്രത്യേകം നാം പിന്നെ വസിയ്യത്ത് ചെയ്യുന്നു. വഖലാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹു വിധിക്കുന്നു അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും പ്രധാനമായി നന്മ ചെയ്യേണ്ടത് മാതാപിതാക്കളോടാണെന്ന്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ പങ്കുചേർക്കരുത് മറ്റൊന്നിനെയും. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന്. അങ്ങനെയല്ലേ ഒരുപാടായിട്ട് അല്ലേ? എന്ത് ചെയ്യണം? മാതാവും പിതാവും വാർദ്ധക്യമായ അവസ്ഥയിലെത്തിയാൽ, എന്നിട്ട് ആ വൃദ്ധ മാതാപിതാക്കൾ സേവിക്കപ്പെട്ടതിന്റെ പേരിൽ അവന് സ്വർഗം ലഭ്യമാകാതെ പോയാൽ അവനത്രേ വലിയ നഷ്ടമെന്ന് സയ്യിദുനാ റസൂൽ. റഗീമ അൻഫു മൻ, ഒരാളുടെ മൂക്ക് നൊരമ്പി പോകട്ടെ, അങ്ങനെ പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ എന്ന്. എങ്ങനത്തവൻ? അവൻ അതിറക്ക വാലിദൈഹി, അവനവന്റെ മാതാപിതാക്കളെ എത്തിച്ചു. എപ്പോ? വാർദ്ധക്യാവസ്ഥയിൽ എത്തിച്ചു. എന്നിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ അവന് സാധിച്ചില്ല. അവന് വേണ്ട അള്ളാഹു പറഞ്ഞ പ്രകാരമുള്ള നന്മകൾ അവൻ ചെയ്തു കൊടുക്കാൻ അവന് സാധിക്കാതെ പോയി.
അവൻ അതിന്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വർഗം കിട്ടും? അവൻ അതിന്റെ പേരിൽ എന്ത് വേണം? സ്വർഗം. പക്ഷെ ആ മാതാപിതാക്കളെയും എന്തിന്റെ മുകളിൽ വച്ചുകൂടാ? വിശ്വാസത്തിന്റെ മുകളിൽ വെച്ചുകൂടാ. അതാണ് ഇനിസ്തഹബ്ബുൽ കുഫ്റ, അവർ സത്യനിഷേധത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവരനുസരിച്ചേക്കണ്ട. ലാ തത്തഖിദു ആബാഅകും വ ഇഖ്വാനകും, നിങ്ങളുടെ സഹോദരന്മാരെയും അതുപോലെ തന്നെ പിതാക്കളെയും നിങ്ങൾ ആക്കേണ്ടതില്ല. ഔലിയാ, അവരെ നിങ്ങൾ സംരക്ഷകരാക്കേണ്ടതില്ല. അല്ലേ? സഹാബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ ആയത്തുണ്ട് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം ആളുകളെ നബിയെ അങ്ങക്ക് കാണാൻ കഴിയില്ല. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വസിച്ചവർ. എന്താ അവരുടെ പ്രത്യേകത? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരോടും എതിർപ്പ് കാണിക്കുന്നവരോട് ഇഷ്ടം കാണിക്കാൻ കഴിയാത്തവരാണവർ. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് ഇഷ്ടം വെക്കാൻ കഴിയാത്തവരാണവർ. വലൗ കാനൂ ആബാഅഹും, ഒരു പക്ഷേ അവരവരുടെ പിതാക്കളാകാം. ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അവരുടെ മക്കളാകാം. ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരാകാം. ഔ അശീറതഹും, അവരുടെ കുടുംബ ബന്ധങ്ങളാകാം. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമാകുന്നില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അല്ലാഹു അവരുടെ പ്രത്യേകം അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ എഴുതി വെച്ചു പോയവരാണ്. ഈമാൻ എഴുതി വെച്ചവരാണവർ. ഉലൈക്, ആ വിഭാഗം ആളുകൾ. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചവരാണ്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവർക്ക് പ്രത്യേകമായ സഹായം ചെയ്യാൻ ജിബ്രീലിനെ അല്ലാഹു ഏൽപ്പിച്ചതാണ് അലൈഹിസ്സലാം. അതായത് ജിബ്രീൽ അവരുടെ സേവകനാണ്. എന്താണ് അയ്യദഹും? അയ്യദ എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിപ്പെടുത്തലാണ്. എന്താ ഉറക്കം വരല്ലോ? വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവരെ അല്ലാഹു ശക്തിപ്പെടുത്തിയിരിക്കുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട്. അവിടെ എന്താ ആയത്തിന്റെ പശ്ചാത്തലം? അല്ല, ബദറാണ്. ബദർ. സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദയുടെ നേരെ നിൽക്കുന്നു പിതാവ്. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ നിന്ന് അബൂ ഉബൈദയെ വെല്ലുവിളിക്കുന്നു ജറാഹ് വെല്ലുവിളിക്കുമ്പോഴൊക്കെ അബൂ ഉബൈദ തന്റെ പിതാവിന്റെ നേരെ വാളെടുക്കാതെ വളരെ ശക്തമായ ക്ഷമയോടുകൂടെ നിൽക്കുന്നു. അപ്പോഴാണ് അബൂ ഉബൈദയുടെ സമനില തെറ്റിക്കുന്ന വിധം അഷ്റഫുൽ ഖൽഖിന് നേരെ ജറാഹ് എന്തോ ആക്ഷേപം ഉന്നയിച്ചു. പെട്ടെന്ന് അബൂ ഉബൈദയുടെ സമനില തെറ്റിപ്പോയി. നേരെ ചെന്നു പിതാവിന്റെ ശിരസ് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ അബൂ ഉബൈദ അങ്ങനെ ചെയ്തു പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂ ഉബൈദ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, ഇപ്പൊ മുസ്ലിമായാൽ മതിയാകുമായിരുന്നു. ഇപ്പൊ മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് ചെയ്തതിന് ശേഷം മുസ്ലിമായാൽ എന്റെ കാര്യം രക്ഷപ്പെട്ടല്ലോ. ഞാൻ വല്ലാത്ത തെറ്റായിരിക്കില്ലേ ചെയ്തത്? എന്റെ പിതാവിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? അപ്പൊ വന്നതാണ് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹ്. നബിയെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ അങ്ങ് കാണൂല നബിയെ. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും എതിർക്കുന്നവരോട് ഇഷ്ടം കാണിക്കാൻ അവർക്ക് സാധിക്കില്ല നബിയെ. വലൗ കാനൂ ആബാഅഹും, ഒരു പക്ഷേ അതവരുടെ പിതാക്കളാണെങ്കിലും, ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അവരുടെ മക്കളാണെങ്കിലും,
ബദറിൽ മറ്റൊരു രസകരമായ സംഭവമുണ്ട്. സയ്യിദുന അബൂബക്കറിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു അന്ന് ബദറിൽ ശത്രുപക്ഷത്ത് സയ്യിദുന അബൂബക്കറിന്റെ നേരെ എതിര് നിൽക്കുന്നുണ്ട്. അതാ അബൂബക്കറിനോട് പിന്നെ അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്, അന്ന് ബദറിൽ വെച്ച് പിന്നെ അങ്ങയെ കണ്ടിരുന്നു, പക്ഷേ ഞാൻ മാറിപ്പോയിരുന്നു. അപ്പൊ അബൂബക്കർ പറയുന്നുണ്ട്, ഞാൻ മാറല്ല ചെയ്യുക, നിന്നെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു എന്നാണ്. ഇനി അതിനേക്കാൾ വലിയ ഈമാൻ എവിടുന്ന കിട്ടുക അല്ലേ? മോനെ, നിന്നെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയായിരുന്നു ആദ്യം ശരിയാക്കുക. പക്ഷെ അബ്ദുറഹ്മാൻ മാറി മാറി നടന്നു, അബൂബക്കറിനെ കാണാതെ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? വെളിച്ചം പതുക്കെ കടന്നു വന്നിരുന്നു. ഈ ആയത്ത് വരാൻ അങ്ങനെയാ കാരണം. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയം മുഴുവനും അല്ലാഹു ഈമാൻ എഴുതി വെച്ച പ്രത്യേകമായ വിഭാഗമാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അമീനാണ് പിന്നെ അബൂ ഉബൈദ. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ കാവൽ ഭടനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എന്താ മിണ്ടാണ്ട് റളിയല്ലാഹു അൻഹു? എന്തൊരു വലിയ മനുഷ്യനാണെന്നറിയോ? അബൂ ഉബൈദത്തുൽ ജറാഹ് തന്റെ പിതാവിന്റെ ശിരസ് പോലും അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ കൊടുക്കാൻ തയ്യാറായ മനുഷ്യൻ, അതുപോലെ ഹബീബിനെ ഇഷ്ടപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്താണല്ലോ, അതായത് ഫലസ്തീനിലെ പ്രഗത്ഭരായ പാതിരിമാർ പറഞ്ഞു, ബൈത്തുൽ മഖ്ദസിന്റെ താക്കോൽ ഞങ്ങൾ ഏൽപ്പിക്കാം, പക്ഷെ ബൈത്തുൽ മഖ്ദസിന്റെ താക്കോൽ അംർ ബിൻ ആസും അബൂ ഉബൈദയും വന്നാൽ ഞങ്ങൾ തരില്ല. കാരണം അംർ ബിൻ ആസും അബൂ ഉബൈദയുമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ വാങ്ങുന്നയാളെന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പറയുന്ന പ്രകാരമുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്ല. അബൂ ഉബൈദ അന്ന് സിറിയയുടെ ഗവർണറാണ്. ഈജിപ്തിന്റെ ഗവർണർ മഹാനായ സയ്യിദ്ന അംർ ബിൻ ആസും, രണ്ടുപേരും ചെന്നേക്കാണ് ഗവർണർമാർ. അവർ രണ്ടുപേർക്കും ചോദിക്കാനുള്ളത് ബൈത്തുൽ മഖ്ദസിന്റെ താക്കോൽ. പക്ഷേ പറഞ്ഞു കൊടുക്കൂല, തരില്ല. ഇവിടെ ആര് വരണമെന്നോ? നിങ്ങളുടെ ഭരണാധികാരി വരണം. നിങ്ങളുടെ ഭരണാധികാരിയുടെ പ്രത്യേകത, ഞങ്ങൾ പഠിച്ചിടത്തോളം അദ്ദേഹം കണ്ടം വെച്ച് തുന്നിയ വസ്ത്രം ധരിച്ചിട്ടായിരിക്കും അന്നിവിടെ വരിക. അന്നിവിടെ വരുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സമീപത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഭൃത്യനായിരിക്കും ഇരിക്കുക. അദ്ദേഹം നടന്നു വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ വന്നു. സിറിയയുടെ പ്രാന്തങ്ങളിൽ വന്നപ്പോൾ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനോട് ഒരു അപേക്ഷ വച്ചു. വലിയ വലിയ ആളുകളുണ്ട് അവിടെ, സാമന്ത രാജാക്കന്മാർ, ചക്രവർത്തിയുടെ, അവരൊക്കെ കൂടി നിൽക്കുകയാണ്, അങ്ങയെ കാണാനാണ്. അങ്ങാണെങ്കിലോ ഈ മഹാസാമ്രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കിയ വലിയ പ്രതാപിയാണ്, ഉമർ ബിൻ ഖത്താബാണ്. അതുകൊണ്ട് അങ്ങിങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടി ഫ്രഷായി പോകണം. അപ്പോൾ അബൂ ഉബൈദയുടെ നേരെ താടിക്ക് പിടിച്ചിട്ടാ ചോദിച്ചത്, അബൂ ഉബൈദ, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ വിളിച്ച പേരെന്തെന്നറിയോ? അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അമീനാണ് നീ. നീയല്ലാത്ത മറ്റാരെങ്കിലുമായിരുന്നു ഈ വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനൊന്ന് തന്നേനെ. ജഅൽതുഹു നകാലൻ ലി ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സമൂഹത്തിന് ഞാൻ അവനൊരു പാഠമാക്കി കൊടുത്തേനെ. എന്നിട്ടാ ചോദിച്ചത്, അബൂ ഉബൈദ, നമ്മൾ ആരുമായിരുന്നില്ലല്ലോ, നമ്മൾ മനുഷ്യരെന്ന് പോലും പറയാനാവാത്ത വിധം വെറും മൃഗങ്ങളെപ്പോലെ ജീവിച്ചവരായിരുന്നു നാം. നമ്മുടെ മനുഷ്യത്വത്തെ ആരാ നിർമ്മിച്ചു തന്നത്? ഇസ്ലാമല്ലേ? നമുക്കായി മുഹമ്മദ് നബി വന്നപ്പോഴല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വത്തിന്റെ ആർദ്രതയും നീതിബോധവും ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യമാകുന്ന ഈ പ്രതാപങ്ങളുമെല്ലാം നമുക്കുണ്ടായതിന്റെ പ്രധാന കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ സ്വീകരിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്തതല്ലേ? ആ ഇസ്ലാമിനേക്കാൾ വലിയ പ്രതാപത്തെ കുറിച്ച് ആലോചിക്കണോ അബൂ ഉബൈദ? മഹ്മാനത്തുലുബുൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നാം ഇസ്സത്തിനെ ആലോചിക്കുന്നുവെങ്കിൽ അതല്ലനല്ലാഹ്, നമ്മളെ അള്ളാഹു താഴ്ത്തിക്കളയും, അള്ളാഹു നമ്മളെ അപമാനിച്ചു കളയും, അള്ളാഹു നമ്മുടെ സ്ഥാനങ്ങൾ മുഴുവനും താഴെയിടും എന്ന് പറഞ്ഞു അബൂ ഉബൈദയോട്. പക്ഷെ അബൂ ഉബൈദ അങ്ങനെ ആയതുകൊണ്ടല്ല. എന്നിട്ട് തന്നെയും സിറിയയിലെത്തി മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗവർണറുടെ കൊട്ടാരം ഒന്ന് കാണണം. അപ്പോ അബൂ ഉബൈദ പറഞ്ഞു,
അങ്ങ് വരണ്ട, എന്റെ വസതിയിലേക്ക് വരേണ്ടതില്ല. അബൂ ഉബൈദയോട് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, വരണം, എനിക്ക് കാണണം. ഒടുക്കം ചെന്നു ഒരു കുടിലിലേക്ക്. ഇരിക്കാൻ പോലും ഒരു കസേരയില്ലാത്ത കുടിൽ. പ്രവിശാലമായ സിറിയ എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഏകാധിപതിയുടെ നാട്, എല്ലാ സുഖങ്ങളുടെയും മേൽ അടയിരിക്കുന്നവന്റെ നാട്, സത്യവിശ്വാസത്തിന്റെ നേരെയും ധർമ്മത്തിന്റെ നേരെയും പകവീട്ടുന്നവന്റെ നാട്, ബഷാർ അൽ അസദിന്റെ നാട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴും നേരെ കൊണ്ടുപോയി ആ ദിക്റ് ചൊല്ലുന്ന ചെറുപ്പക്കാരനെ പോലും പിന്നെ മണ്ണിലേക്ക് പൂഴ്ത്തിയിട്ട് കബറടക്കുന്നവന്റെ നാട്, ഭീകരതയുടെ മുഴുവനും പ്രതീകമായി നിൽക്കുന്ന ബഷാർ അൽ അസദിന്റെ നാട് അന്ന് ഭരിച്ചത് സയ്യിദുന അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദയുടെ കൊട്ടാരം കാണാൻ ചെല്ലുമ്പോൾ ഒരു കസേര പോലുമില്ലാത്ത കുടിലിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നു സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കിടന്നു ഓടി നടന്നു. എന്നിട്ട് അവസാനം ഏതോ ഒരു പൊത്തിൽ നിന്ന് അല്പം റൊട്ടിക്കഷ്ണവും ഒരു തോൽസഞ്ചിയിലെ വെള്ളവും കൊണ്ടുപോയി ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ചപ്പോഴാണ് ഫാറൂഖ് വിതുമ്പി കരഞ്ഞിട്ട് പറഞ്ഞത്, എല്ലാവരും മാറുമ്പോഴും അബൂ ഉബൈദ മാറുന്നില്ലല്ലോ, അബൂ ഉബൈദ മാറാതെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ അമീനു ഹാദിഹിൽ ഉമ്മ, അത് ശരി തന്നെയാകുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് സയ്യിദുന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയായിരുന്നു സഹാബത്ത്. ആ മഹാനെയാണ് അള്ളാഹു വിളിച്ചത് ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഹൃദയങ്ങളിൽ ഈമാൻ എഴുതി വെച്ച മനുഷ്യനാണ് സയ്യിദുന അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അതാണ് അവരാരായാലും, അതായത് അള്ളാഹുവിന്റെ പരിശുദ്ധ മാർഗത്തിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നവരാരായാലും, അത് പിതാവായാലും സഹോദരനായാലും ആരായാലും, അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇത്താഅത്ത് ആരോടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, പക്ഷെ മാതാവും പിതാവും ഒരു ഹറാമായ കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ പറ്റൂല എന്ന് പറയാൻ കഴിയണം. ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അത് പറ്റൂല എന്ന് പറയാൻ സാധിക്കണം. അപ്പോഴാണ് ഒരു യഥാർത്ഥമായ ഈമാൻ ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം മാതാവിനെയും പിതാവിനെയും തല്ലാൻ ചെല്ലണമെന്നൊന്നുമല്ല. പക്ഷെ എന്തു വേണം? മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീൻ പ്രധാനമായി മാനദണ്ഡമാക്കുക തന്നെ വേണം. ഒരു വാപ്പ പറയാണ്, എനിക്ക് ഒരു കുപ്പി കള്ളു കൊണ്ടുവരണമെന്ന് പറഞ്ഞാലോ, മാതനല്ലാ വാപ്പയല്ലേ, ഞാനത് ചെയ്യേണ്ടെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉമ്മ ഒരു നല്ല പിന്നെ എല്ലാപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും പറയാ പിന്നെ എന്താണ് അത് മറന്നില്ല, ആ ലെഗിൻ പാന്റ് വാങ്ങിത്തരാണെങ്കിൽ ഉമ്മനോട് പറയണം, അത് ഹറാമാണ്, എനിക്ക് പുറത്തിട്ട് നടക്കാൻ പാടില്ല, അകത്ത് വീട്ടിന്റെ ഉള്ളിൽ ആരും എനിക്ക് കാണൽ ഹറാമല്ലാത്തവരുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്തോളാം, അതിട്ടോളാം, ഇല്ലെങ്കിൽ അത് ഹറാമാണെന്ന് ആരോട് പറയണം? ഉമ്മ അപ്പോഴും പറയാണത്, മോളെ അത് ഫാഷനാണ്, നല്ല രസമുണ്ട് കാണാൻ. വേണ്ടമ്മ, ഇത് അള്ളാഹുവും അവന്റെ റസൂലും വിരോധിച്ചതാണ്. അങ്ങനെ പറയാൻ കഴിയുമ്പോഴേ അബൂ ഉബൈദയുടെ പേര് പറഞ്ഞ് കരയാൻ കഴിയൂ. അബൂ ഉബൈദയുടെ പേര് പറയുമ്പോ കരയാനെങ്കിലും അവകാശമുണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം? തന്റെ മാതാവും പിതാവും ഹറാമാണ് കൽപ്പിക്കുന്നതെങ്കിൽ നോ എന്ന് പറയാനാകണം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതുപോലെ ലാ യുൽതഫത്തു ഇലൈഹി, അങ്ങോട്ട് തിരിഞ്ഞെന്നെ നോക്കണ്ടില്ല, അങ്ങോട്ട് തിരിഞ്ഞു തന്നെ നോക്കേണ്ടതില്ല. ഒരു ഹറാമ് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം മാതാവും പിതാവും കൽപ്പിച്ചാൽ ലാ യുൽതഫത്തു ഇലൈഹി, അങ്ങോട്ട് തിരിഞ്ഞു തന്നെ നോക്കേണ്ടതില്ല. അതിനി എത്ര നന്നായി പറഞ്ഞാലും ശരി അങ്ങോട്ട് നോക്കേണ്ട. അത്രയേറെ അപാരമാമിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീർക്കും. എന്നാലോ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കണം. ഇതിന് മുശ്രിക്കായ പിതാവും മാതാവും ആണെങ്കിലോ എന്നാലും സ്നേഹിക്കണം. സയ്യിദത്തുന അസ്മാ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ന ഉമ്മി ഖദിമത്ത് അലയ്യ, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, റാദിബത്തൻ, എന്നോട് വലിയ ഇഷ്ടമാണ് എൻ്റെ ഉമ്മാക്ക്, പക്ഷേ അവരുടെ പ്രത്യേകത വഹിയ മുശ്രിക്കത്തുൻ, അവർ ബഹുദൈവാരാധകയാണ്. അഫ അസ്ലുഹാ യാ റസൂലല്ലാഹ്, അവരുമായുള്ള എൻ്റെ ബന്ധം ചേർക്കുന്നതിന് വല്ല തെറ്റുണ്ടോ നബിയെ എന്നാ ചോദ്യം. അപ്പൊ നബി തിരുമേനി പറയുന്നത് സിലീഹ, സിലി ഉമ്മക്ക, സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോടുള്ള നിന്റെ ബന്ധം നീ നിലനിർത്തണം. സിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോടുള്ള ബന്ധം നീ നിലനിർത്തണം. ഉമ്മ മുശ്രിക്കാകട്ടെ, ഉമ്മ മുശ്രിക്കത്താകട്ടെ, ഉമ്മ ബഹുദൈവാരാധകയാകട്ടെ, പക്ഷെ ഉമ്മ കൽപ്പിക്കുന്നതൊരിക്കലും എന്ത് ചെയ്യാനാവില്ല, അംഗീകരിക്കാനാവില്ല. സഅദ് ബിൻ അബി വഖാസിന്റെ ഉമ്മയാണ് പറഞ്ഞത്, മോനെ
നീ ഈ മതം സ്വീകരിക്കുന്നുവെങ്കിൽ ഇനി മുതൽ ഉമ്മ വെള്ളം കുടിക്കൂല. ഉമ്മയുടെ ചുറ്റുവട്ടത്തിരുന്ന് മകൻ വെള്ളം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു കുടിക്കൂല. നിരാഹാര സത്യാഗ്രഹത്തിലിരുന്നു ഉമ്മ. അങ്ങനെ ഇരുന്നിരുന്ന് മാതാവിന്റെ അടുക്കലിരുന്ന് ഈ മകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഉമ്മ വെള്ളം കുടിക്കണം. ഉമ്മ പറഞ്ഞു, ഞാൻ മരിച്ചു പോകും. അടുക്കം ഈ മകൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ഉമ്മ മരിച്ചിട്ട് പിന്നെ ഉമ്മ ജനിക്കൂന്ന് വിചാരിക്കാം, എന്നിട്ടും പിന്നെ ഉമ്മ മരിക്കൂന്ന് വിചാരിക്കാം. അങ്ങനെ 1000 വട്ടം ജനിച്ചു മരിച്ചാലും ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിയിട്ട് എൻ്റെ ഉമ്മാക്ക് വെള്ളം തരേണ്ട ആവശ്യം എനിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പരിശുദ്ധ റസൂൽ എനിക്ക് പറഞ്ഞു തന്ന ഈ വിശുദ്ധമായ തൗഹീദിന്റെ ഈ അക്ഷരം, ഈ വാക്യങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ സുഗന്ധമായി നിൽക്കുന്ന ഈ ആശയബോധം മാറ്റി 1000 തവണ എന്റെ മാതാവ് നിങ്ങൾ മരിച്ചു ജീവിച്ചാലും ശരി, ഞാൻ ഈ വാക്യം മാറ്റിപ്പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു സഅദ് ബിൻ അബി വഖാസ്. അല്ലെ, ചില സ്വഹാബത്തിന്റെ ഒക്കെ ജീവിതം ആലോചിച്ച് നോക്കൂ. ആ സ്വഹാബിയാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞ പോലെ ടൈഗ്രീസിന്റെ പുളിനങ്ങൾക്കിടയിലൂടെ, പ്രളയം പോലെ കടന്നു വരുന്ന ടൈഗ്രീസിന്റെ പുളിനങ്ങൾക്കിടയിലൂടെ നടന്നുപോയ മഹാൻ. കുതിരയുടെ പുറത്ത് കയറി എന്നിട്ട് ചോദിച്ചു തന്റെ അനുയായികളോട്, എന്താ ചെയ്യേണ്ടത്? നമ്മളങ്ങ് നടക്കല്ലേ, നമ്മളങ്ങ് പോകാല്ലേ? നമ്മളെന്താ പോയാല്? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ വന്നത്? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വരുമ്പോ ഉടമസ്ഥന്റെ ഈ നദി നമുക്ക് തടസ്സം നിൽക്കാൻ പാടുണ്ടോ? നമുക്ക് ബിസ്മി അങ്ങ് ചെല്ലല്ലേ എന്ന് വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ പ്രവാഹത്തിന്റെ മധ്യത്തിലൂടെ സയ്യിദുന സഅദ് ബിൻ അബി വഖാസ് നടന്നങ്ങ് ചെന്നപ്പോ, അതായത് കുതിരപ്പുറത്ത് ഇങ്ങനെ കുളമ്പടികൾ ആ വെള്ളം ചവിട്ടി മരിച്ച് നടന്നു പോകുമ്പോ ചരിത്രം പറയുന്നു അതിലെ 100 പേരിൽ ഒരാൾക്ക് മാത്രമേ ഒരു ചെറിയ അർത്ഥത്തിൽ വെള്ളം തൊട്ടിട്ടുള്ളൂ എന്നാണ്. അതെന്തോ ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്. ബാക്കി 100 പേരും അങ്ങനെ അങ്ങ് കടന്നു ചെന്നു. റോമയുടെ കോട്ടകളിലിരുന്ന സൈന്യം വിചാരിച്ചു പോയത് ഇതെന്തോ ജിന്നുകളോ മറ്റോ ആയിരിക്കും എന്നാണ്. അവരപ്പോഴേ കീഴടങ്ങി എന്നാണ് ചരിത്രം പറഞ്ഞത്. വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല, കറാമത്ത് കൊണ്ട് കീഴടക്കപ്പെട്ടു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉമ്മയോടും വാപ്പയോടുമുള്ള കടപ്പാടുകളെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ കടപ്പാടുകളുടെയും എല്ലാത്തിന്റെയും അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊന്നുണ്ട്. ഇനിസ്തഹബ്ബുൽ കുഫ്ര, അവർ കുഫറിനെ ഇഷ്ടപ്പെട്ടാൽ ലാ തത്തഖിദു ഔലിയാ, അവരെ ആരാക്കരുത്? നിങ്ങൾ സംരക്ഷകരാക്കരുത്. നിങ്ങൾ അവരെ കേൾക്കണ്ട, നിങ്ങൾ അവരെ കേൾക്കേണ്ടതില്ല. ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാനി വമൻ യതവല്ലഹും മിൻകും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇനി നാളെ മുതൽ തല്ലുണ്ടാവരുട്ടോ. ഇനി വാപ്പയമ്മ എന്തിനും പറയാം, അപ്പൊ അത് ഇതൊക്കെ ഹറാമാണ്, ഇനി മേൽ നിങ്ങളായിട്ട് യാതൊരു പരിപാടിയിലാന്ന് തീരുമാനിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെതായ സംയമനങ്ങളുണ്ട്. മാതാവും പിതാവും പറയുന്നതിനെ അതിന്റെ രീതിയിൽ തന്നെ അതിനോട് പറയണം, ഉമ്മ വാപ്പ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയണം. സംയമനം ആരോട് പോകണം? കാരണം അവരാരാണ്? അവർ വലിയ സംഭവമല്ലേ അല്ലേ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, എടങ്ങേറിന്റെ മേൽ എടങ്ങേറ് സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചത്. ഒറ്റ പ്രസവം മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്നാണ്. പ്രസവിച്ചോ, നിന്നെ ചുമന്നു നടന്നോ, 9 മാസം അല്ലെങ്കിൽ 10 മാസം മതി. നിന്റെ ശരീരം മുഴുവനും അന്ന് തിന്നു തീർത്തത് മുഴുവനും ഉമ്മയുടെ മജ്ജയും മാംസവുമാണ്. അവൾ കഴിച്ച ആഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ചെന്നത് നിന്റെ അടുക്കലേക്കാണ്. നീ ശ്വസിച്ചത് അവളിൽ നിന്നാണ്. നീ ജീവന്റെ തുടിപ്പ് നിലനിർത്തിയത് അവളിൽ നിന്നാണ്. നിന്റെ സ്പന്ദനങ്ങൾ മുഴുവനും അവളുടേത് മാത്രമായിരുന്നു. നിന്നെ ഒതുക്കിപ്പിടിച്ചത് അന്ന് ആ സമയം മുഴുവനും അവളാണ്. ആ സമയത്തിന്റെ മാത്രം തുക കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതിന് പോലും പകരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, രാത്രി എവിടെയോ പോയി വരുന്ന മകന് വേണ്ടി ദേഷ്യപ്പെട്ടാലും ഒടുക്ക ഉമ്മ കാത്തിരുന്ന് ഉമ്മ വന്ന് കിടക്കുമ്പോൾ അവൻ വന്നൂലേ എന്ന് ചോദിക്കുന്ന ആ വാപ്പുണ്ടല്ലോ, ആ വാപ്പാക്കും പകരം കൊടുക്കാൻ മറ്റൊന്നുമില്ല. അള്ളാഹു അവർക്ക് പകരം കൊടുക്കാനല്ല, അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ഗുരുത്വമുള്ളത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനീ പറഞ്ഞ ആയത്ത് വേറൊരു അർത്ഥത്തിൽ എടുക്കരുത്. എന്തേന്റെ അർത്ഥം? തെറ്റ് ആര് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹറാം ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ.
ഹറാമ് ആര് പറഞ്ഞാലും എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വീകരിക്കണം. അപ്പോ ഹറാമായ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മാനോടും പറയണം, ഉമ്മ അത് തെറ്റാണ്, അള്ളാഹു പൊറുക്കാത്തതാണ്, അവന്റെ റസൂല് പറയാത്തതാണ്, ഇത് ചെയ്യാൻ എനിക്ക് കഴിയില്ല ഉമ്മ എന്ന് നല്ല നിലക്ക് പറയാം. നല്ല നിലക്ക് വാപ്പാനോടും പറയാം, വാപ്പ അത് കഴിയില്ല. ഒരിക്കലും മാതാപിതാക്കളോട് പൊട്ടിത്തെറിച്ചേക്കരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യനാണ്, നമുക്കൊക്കെ സംഭവിച്ചു പോകാവുന്നതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം അരനിമിഷം മാതാവിന്റെയും പിതാവിന്റെയും കോപത്തിലാണോ, ആ നിമിഷം അള്ളാഹുവിന്റെ കോപത്തിലാകുന്നുവെന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതിനൊരു കാരണമുണ്ട്. എങ്ങനെയാ കാരണം ഉണ്ടാവേണ്ടത്? ഇപ്പറഞ്ഞ നിബന്ധനകളിൽ ഈ കാരണങ്ങൾ നിലനിൽക്കുന്ന വിധമാണെങ്കിൽ തീർച്ചയായും അവിടെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാവുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്കത് പാടില്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ കോപമാണ്, വേറെ കാര്യമല്ലല്ലോ, പടച്ച റബ്ബിന്റെ കോപമാണ്. ഏതൊക്കെ നിലയിലേക്ക് അത് പോകാം. ആ നിമിഷങ്ങാനും നമ്മൾ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായി മരിക്കേണ്ട ഗതികേട് വരും. അപ്പൊ മാതാവിന്റെയും പിതാവിന്റെയും ഒരു നിമിഷത്തെ സ്നേഹം പോലും ഇല്ലാതെ പോകുന്നു എന്ന് വന്നാൽ ആ നിമിഷം അള്ളാഹുവിന്റെ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നതെന്ന് ആര് പറഞ്ഞു? സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ ആയത്ത് വേറൊരർത്ഥത്തിലേക്കല്ല പോകേണ്ടത്, നേരായ ശരിയായ മാർഗത്തിൽ പോകണം. എപ്പോഴാണ് അനുസരിക്കാൻ പറഞ്ഞത്? ഹറാമ് പറയാതിരിക്കുമ്പോൾ മുഴുവനും അവരെ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇനി പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ പ്രപഞ്ചത്തിലെ സകലതിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാകുന്നത് വരെ ആർക്കും എന്താകാനാവില്ല? യഥാർത്ഥ മുഅ്മിനാകാനാവില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ഏ ഉമർ, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ നടക്കാൻ, വഹുവ ആഖിദും ബിയദി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലിയ മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലേ, കൈ പിടിക്കൽ. നമ്മുടെ തൊഴിൽ ഉസ്താദ് നബർ അല്ലാഹു മർഖദ, അല്ലേ, അള്ളാഹു ആ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ, അങ്ങനെ കൈ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. ഓർക്കുമ്പോഴൊക്കെ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോഴൊക്കെ ആ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. വഹുവ ആഖിദും ബിയദി ഉമർ ബിനുൽ ഖത്താബ്, സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കൈ അഷ്റഫുൽ ഖൽഖ് പിടിച്ചേക്കാൻ. വല്ലാഹി ഫഖാല, അപ്പോ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹ് അങ്ങനെ കൈ പിടിച്ച് നടക്കുമ്പോൾ ആണല്ലോ, വല്ലാത്ത മനുഷ്യൻ സ്നേഹത്തോടെ കൈ പിടിക്കുമ്പോൾ ആ കൈ ഇങ്ങനെ പിടിക്കുന്നത് തന്നെ നമ്മളൊരു കൊച്ചുകുട്ടിയാവും. വലിയ ആളുകൾ കൈ പിടിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് കൈ പിടിച്ചിട്ട് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നടക്കുന്നു. അപ്പൊ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, സകലതിനേക്കാളും കൂടുതൽ ഞാൻ നബിയെ അങ്ങേ ഇഷ്ടപ്പെടുന്നു, ഇല്ലാ മിൻ നഫ്സി, എന്നെ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ സകലതിനേക്കാളും ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കുന ഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി. ഒരു തമാശയും കൂടി ഉണ്ടല്ലേ, അതായത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു പോകുമ്പോ നേരെ പറയണം, ലാ യുഅ്മിനു അഹദുൻ, ഒരാളും വിശ്വാസിയാവൂല എപ്പോഴല്ലാതെ ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, അവനേക്കാളും ഞാൻ അവനിഷ്ടാവണം. അവനേക്കാളും ഇഷ്ടാവുമ്പോഴേ എല്ലാത്തിനേക്കാളും ഇഷ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പറയും, നിന്റെ മക്കളെക്കാളും നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, അല്ല നിന്നേക്കാളും ഇഷ്ടാവണം. അപ്പോഴാണ് എന്താ കാരണം, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. റസൂലുള്ളാഹിന് ഉദാഹരണം പറഞ്ഞാൽ തന്നെയാണ്. അതായത് ഒരു ഉമ്മ എല്ലാം ഉപേക്ഷിക്കും, മക്കളെ ഉപേക്ഷിക്കൂലല്ലോ. എന്നിട്ടും പക്ഷേ അവസാനം എൻ്റെ മോൻ, ആ മോനെ ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രളയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം വന്ന് മോനെ ഉയർത്തിപ്പിടിച്ച് ഒടുക്കം ഈ ഉമ്മയുടെ മൂക്കിന്റെ അടുക്കൽ വെള്ളം വന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോ ശ്വാസം പിടിച്ചാൽ കിട്ടില്ല. ആ ഉമ്മ പിന്നെ അവസാനം എന്ത് ചെയ്യും?
മോൻ തൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പോൾ ആ ഉമ്മാക്ക് ഏറ്റവും അവസാനം എന്തായിരിക്കും വരാ അല്ലേ? അപ്പൊ ഏത് ജീവനും ഏറ്റവും ഒടുക്കെന്താവും? അവനാണ്. അതാണ് മിൻ നഫ്സി, അവനവനേക്കാളും ആരിഷ്ടപ്പെടണം. അപ്പോ എന്തിനേക്കാൾ എന്റെ ജീവൻ ത്യജിച്ചാലും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവനേക്കാളും ഞാൻ എൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നു, എന്റെ ജീവനേക്കാളും ഞാൻ എൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നു. വഹിബ്ബുക യാ റസൂലല്ലാഹ്, എന്റെ ജീവനേക്കാളും ഞാൻ എൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫഅൻതൽ ആൻ, എങ്കിൽ നബിയെ ഞാൻ എന്നെക്കാളുമേറെ അങ്ങയെ തന്നെ ഇഷ്ടപ്പെടുന്നു നബിയെ. വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഇന്നു മുതൽ, ഇപ്പോ മുതൽ അങ്ങ് തന്നെയാണ് എൻ്റെ ആത്മാവിനേക്കാളുമേറെ ഞാൻ ഇഷ്ടപ്പെടുന്നയാൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ. അവിടെ തന്നെ, അങ്ങനെ തന്നെ ഉമർ എന്ന് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു. അപ്പൊ അതാണ് എല്ലാത്തിലും വലുതായി അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുൽ, നബിയെ പറയണം, ഇൻ കാന അബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകൾ, ഭാര്യ നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ ക്ലേശം സഹിച്ചുണ്ടാക്കിയെടുത്ത സമ്പത്ത്, വത്തിജാറത്തുൻ തഖ്ശൗന കസാദഹ, എപ്പോഴാ ഗ്ലോബൽ റിസഷൻ മാറുന്നതെന്ന് ആലോചിച്ച് നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ കച്ചവടം. കസാദ് എന്ന് പറഞ്ഞാൽ എന്താ? റിസഷൻ. എന്താണ് റിസഷൻ? എന്താണ് അതിന്റെ അർത്ഥം? മാന്ദ്യം. എന്താണ് മാന്ദ്യം? സാമ്പത്തിക മാന്ദ്യം. അപ്പൊ അങ്ങനെ സാമ്പത്തിക മാന്ദ്യം പേടിച്ചിട്ടല്ല, എന്നും കച്ചവടം ചെയ്യുമ്പോഴെന്തുണ്ടാവും അല്ലെ? ഒരു കച്ചവടക്കാരന്റെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടാവും? മാർക്കറ്റ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ചിന്ത നിരന്തരം അവനെ വേട്ടയാടും. അപ്പൊ അത് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആകുമ്പോഴോ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആണല്ലോ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണല്ലോ ഗ്ലോബൽ മാർക്കറ്റ്. അവിടെ എന്തുണ്ടാകുന്നു, ഇവിടെ അത് പ്രധാനമാണ്. അവിടെ എന്ത് പ്രതിഫലിക്കുന്നു, ഇവിടെയും പ്രതിഫലിക്കുന്നു. അമേരിക്കയിൽ ഭരണകൂടം മാറിയോ ഇന്ത്യയിലും അത് തന്നെ സംഭവിക്കും. എന്താ കാരണം? അവിടുത്തെ മാർക്കറ്റിലുണ്ടാകുന്ന ചെറുചലനം ഇന്ത്യയുടെ മാർക്കറ്റിലുണ്ടാകുന്നു, ആ ചെറുചലനം ഇവിടെയും വന്നു. അങ്ങനെ ആ ചലനങ്ങൾ ഇങ്ങനെ നിരന്തരം നടക്കുന്നു. ഇതും ആര് പറഞ്ഞു തന്നു നമ്മോട്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വമാ അശ്റാത്തു സാഅത്തി യാ റസൂലല്ലാഹ്, എന്താ ഖിയാമത്ത് നാളിന്റെ ലക്ഷണം നബിയെ എന്ന് ചോദിക്കുമ്പോ പുണ്യ നബി പറഞ്ഞതാണ്, തഖാറുബുസ് സമാനി വ തഖാറുബുൽ അസ്വാഖ്, സമയം ഇങ്ങനെ അടുത്തടുത്ത് വരും, അതുപോലെ തന്നെ ചന്തകൾ അടുത്തടുത്ത് വരും, ചന്ത അടുത്തടുത്ത് വരും. അൻ തുവാസലൽ അത്ബാഖ് എന്ന് കൂടി പറയുന്നുണ്ട്. നബി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പഠിച്ചനെ. കാഷ്ലെസ് ഇക്കോണമിയെ കുറിച്ചും പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വരാൻ പോണു ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് അൻ തുവാസലൽ അത്ബാഖ്, ഈ ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ മുവാസലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറബിയില്? മുവാസലാത്ത് ഇത്തിസാലാത്തില്ലേ, എന്താ സാധനം? കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ, അതാണല്ലോ അല്ലെ യുടെ ഇത്തിസാലാത്ത്. അപ്പോ വാസല എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തിലാ കമ്മ്യൂണിക്കേഷൻ? അൽ അത്ബാഖ്. തബക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിഷസ്. ലോകം മുഴുവനും എന്താണെന്ന്? ഒറ്റ ചെയിനാണ് അല്ലേ? അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ മുഹമ്മദ് നബി എണ്ണിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ല, പാത്രം ഇങ്ങനെ ചേർത്ത് വെക്കാന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ലല്ലോ. അപ്പൊ അതിന് കിട്ടാൻ ഡിഷിന് എന്തിനാ പറയണേ അറബിയില്? അത്തുബാക്കാണ് ഡിഷസ്. ഏത് ഡിഷസ്? നമ്മളാ ഇംഗ്ലീഷിലും ഡിഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സാധാ പ്ലേറ്റും ഡിഷാണ്. പക്ഷെ മുവാസലാത്തിന്റെ ഡിഷ് ഏതാണ്? അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഡിഷ് നിരന്തരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോ അത്തരം ഡിഷുകൾ ഭൂമിയിൽ പരക്കാൻ പോകുന്നുവെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? എന്തല്ലേ? ഇങ്ങനെ ആലോചിച്ച് പോയാൽ എല്ലാം പറഞ്ഞു. അതിൽ തന്നെയല്ലേ ഇത് അസ്വാക്കുകൾ ചേർന്നു നിൽക്കുന്നുവെന്ന് പുണ്യനബി. അതായത് സൂക്കുകൾ ചേർന്നു നിൽക്കും, മാർക്കറ്റുകൾ ചേർന്നു നിൽക്കും. തഖാറുബ് എന്ന് പറഞ്ഞാൽ അതാണ്. ചെയിൻ അതാണ് തഖാറുബ്. തഫാഉല്, ആ വസ്നെ അറബിയിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇങ്ങോട്ടും അങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നതിനാണ് തഫാഉൽ എന്ന് പറയാം. അപ്പോ തഖാറുബ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുത്ത പോലെ അങ്ങോട്ട് എടുക്കുക, അങ്ങനെ ചെയിനായി പോവുക. അപ്പോ സഹാബി ചോദിച്ചു, നബിയെ എന്താ ഇത്, എന്താ അതിന്റെ അർത്ഥം? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരാൻ പോകുന്നുണ്ട്. അതിങ്ങനെ നെറ്റുമായി ബന്ധിപ്പിച്ച് നിർത്തും. അത് അമേരിക്കയിൽ അതിന്റെ പ്രധാന കേന്ദ്രം ഉണ്ടാവും, പിന്നെ UAE ഉണ്ടാകും. ഇവിടെയൊക്കെയുള്ള പിന്നെ മാർക്കറ്റിംഗ് വലിയ കെട്ടിടങ്ങൾ, എന്തായാലും പറയാ അല്ലെ, എന്താ ട്രേഡ് സെന്റേഴ്സുകൾ, അങ്ങനെ ട്രേഡ് സെന്ററുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന തരത്തിൽ വലിയ മാർക്കറ്റുകൾ ഉണ്ടാകും എന്നൊക്കെ സഹാബിയോട് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? അതിന് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ അർത്ഥാനേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താകും എന്ന് പറഞ്ഞു. കസാദുഹ. ഒടുക്ക ഇതെല്ലാം കൂടി എന്താവും? മാന്ദ്യത്തിലെത്തും. ആ മാന്ദ്യം ഭീകരമായി വരുന്നൊരു കാലം വരാൻ, ഇതൊക്കെ കൂടിയിട്ട് പിന്നെ കാശ് ഇങ്ങനെ എറിഞ്ഞു നടക്കുന്ന കാലം വരും. അത് കഴിഞ്ഞാൽ പിന്നെ മഹാമാന്ദ്യത്തിലേക്ക് സമൂഹം എത്തുന്ന കാലം വരും. അതായിരിക്കോ ഈ 12-ാം മണിക്കിരുന്നൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെന്ന് പടച്ചവനറിയാം. അള്ളാഹു കാലം കൊണ്ട് തെളിയിച്ചു തരട്ടെ. റബ്ബിനറിയാം എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടു രാജ്യങ്ങളിലെ രണ്ടു പ്രഗത്ഭരായ ആളുകൾ ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ നിരന്തരം വിളിച്ചു പറയുന്നത് ലോകം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ്. അല്ലേ? ഒരാൾ പറയുന്നു ഇനി മുസ്ലിങ്ങളുടെ ഒക്കെ സർവേ നടത്തി അമേരിക്കയിൽ നിന്ന് പുറത്താക്കാൻ പോകണം. കണ്ടാൽ തന്നെ അറിയാലോ ഒരു കോമാളിയാണെന്ന്. കണ്ടാൽ തന്നെ അറിയാലോ ഒരു തരം കോമാളി ടൈപ്പാണെന്ന്. വർത്താനം പറഞ്ഞ കേട്ടല്ലേ, എന്തോ വൃത്തികെട്ട വർത്താനങ്ങളൊക്കെ പറയുന്ന ഒരു ചങ്ങാതി. അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, അമേരിക്കക്ക് അമേരിക്കയുടേതായ ചില മാന്യതകളൊക്കെ ഉള്ള ടീമാണ്, കാര്യം എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ ആ രാജ്യം ഭരിക്കാൻ ഇനി പോകുന്നത് ട്രംപാണെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തോ അതിനേക്കാൾ കഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുക്കഅബുകൾ നാട് ഭരിക്കുന്ന കാലം വരും. ഈ ലുക്ക എന്ന് പറഞ്ഞാൽ വലിയ തറവാടിത്തൊന്നും ഇല്ലാത്തവന്റെ മകൻ എന്നാണ് എൻ്റെ അർത്ഥം. അത് നമ്മുടെ ഭരണാധികാരി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, എനിക്ക് ഈ പറഞ്ഞ കപ്പാസിറ്റി ഒന്നും ഇല്ലാന്ന്. നെഹ്റു കുടുംബത്തിലൊന്നല്ല ഞാൻ ജനിച്ചതെന്ന്. അതെന്നെ അല്ല, നെഹ്റു കുടുംബത്തിൽ ജനിക്കണമെന്നല്ല, തറവാടുത്തുള്ള കുടുംബത്തിൽ ജനിക്കുമ്പോഴാണ് നേതൃത്വം ശരിയാകൂ. അതുകൊണ്ടല്ലേ ഖുറൈശിയാകണമെന്ന് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? ചില എക്സ്പീരിയൻസുകൾ ലഭ്യമാകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിൽ വളരണം. അങ്ങനെ വരാതെ പോകുമ്പോൾ പിന്നെ ചായക്കട നടത്താൻ കിട്ടുന്നത് പോലെ ഭരണകൂടം ഏറ്റെടുത്താൽ ചിലപ്പോൾ ഇമാതിരി അബദ്ധങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരും. അത് സംഭവിച്ചേക്കാം. അതാ റസൂലുള്ളാഹി ലുക്ക എന്ന് പറഞ്ഞു. ചിലടത്ത് പറയുന്നുണ്ട് ഉഗൈലിമത്തുൻ സുഫഹാ എന്ന് പറയുന്നുണ്ട്, വിഡ്ഢികളായ കുറെ ചെറുപ്പക്കാർ എന്ന്. ഉഗൈലിമത്തിന് ചെറുപ്പക്കാരൻ അർത്ഥം വെക്കണോ എന്നതിനെ കുറിച്ച് മുഫസ്സിരീങ്ങൾക്കിടയിൽ തർക്കമുണ്ട്. ഗുൽമാൻ എന്നാണ്. ഗുൽമാൻ അത് ചെറിയ ആളുകൾ എന്ന അർത്ഥം ഉണ്ടെങ്കിലും മന്ദബുദ്ധികൾ എന്ന അർത്ഥമുണ്ട്. അങ്ങനെ പറയില്ല നമ്മള്, മോനെ നീ ഒരു കൊച്ചെറുക്കനാടാ നീ പോ എന്ന് പറയാം. എന്താ അതിന്റെ അർത്ഥം? നീ കൊച്ചെറുക്കനാന്ന് പറഞ്ഞ അർത്ഥം പ്രായം കൊണ്ടല്ല ചെറുപ്പം. എന്താണ്? നിനക്ക് തലയിലൊന്നുമില്ല, നീ പോ. അതന്നെയാണ് ഗുൽമാൻ. അപ്പൊ വിഡ്ഢികളായ കുറെ മന്ദബുദ്ധികളുടെ കൈകളിലാണ് ഇനി വരാൻ പോകുന്ന എന്റെ സമുദായത്തിന്റെ നാശമെന്ന് മുഹമ്മദ് നബി. രണ്ട് തലങ്ങളിൽ അതിനർത്ഥം കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഉമ്മത്താണ് എല്ലാവരും. റസൂൽ കാലഘട്ടത്തിൽ എല്ലാവരും സമുദായം എന്നത് ഉമ്മത്താണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയെങ്കിൽ ഈ അവസാന കാലത്തിന്റെ നാശത്തിന്റെ പ്രധാന കാരണം വിഡ്ഢികളായ ഭരണാധികാരികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇന്ത്യയുടെ മാത്രം കണക്കെടുക്കണ്ട, മധ്യേഷ്യയുടെ കണക്കെടുക്കൂ. മധ്യേഷ്യയിൽ അള്ളാഹു നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ മുഴുവനും ഉണ്ടായിട്ടും ആ ജനതയുടെ ഭരണാധികാരികളാൽ ആ ജനത ഇന്ന് അനുഭവിക്കുന്ന വേദനയുടെ കണക്കെടുത്താൽ ഉഗൈലിമത്തുകളല്ലേ അവരെല്ലാം.
സുഖത്തിൽ ആറാടി ജീവിച്ചപ്പോ എന്തു ചെയ്യണമെന്നറിയാതെ പോയ ഒരു ജനത സംഭവിച്ചു പോയ മുഴുവൻ ദുരന്തങ്ങളും അനുഭവിക്കുകയല്ലേ മധ്യേഷ്യയിൽ. ഹലാക്കു ഉമ്മത്തി അലാ യദൈ ഉഗൈലിമത്തിൻ സുഫഹാ എന്ന് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തിന്റെ നാശം വിഡ്ഢികളായ കുറെ മന്ദബുദ്ധികളുടെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ അത്തരം ഭരണാധികാരികളുടെ കയ്യിലാകുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ഖുൽ ഇൻ കാന ആബാഉക്കും. അല്ലാതെ വിശദീകരിക്കുമ്പോ ഉറക്കം വരണ്ടോ? ഖുൽ ഇൻ കാന ആബാഉക്കും, നബിയെ പറയണം, നിങ്ങളുടെ പിതാക്കളായാൽ, നിങ്ങളുടെ മക്കളായാൽ, അബ്നാഉക്കും വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരായാൽ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളായാൽ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളായാൽ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തായാൽ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ മാന്ദ്യം വന്നു പോകുമോ എന്ന് ഭയന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കച്ചവടമായാൽ, വ മസാകിനു തർലൗനഹാ, നിങ്ങളിങ്ങനെ ഓരോ ചുമരും നോക്കി ഇത് നന്നായിട്ടുണ്ടോ, ഇത് സ്റ്റൈലായിട്ടുണ്ടോ എന്ന് നോക്കി നിങ്ങളിങ്ങനെ ഹൃദയം ചേർത്ത് വച്ചുണ്ടാക്കിയ നിങ്ങളുടെ മസാക്കിൻ, നിങ്ങൾ അവരോടൊക്കെയുള്ള അതിനോടൊക്കെയുള്ള അടുപ്പത്തെ മനോഹരമാക്കി അള്ളാഹു പറഞ്ഞുതരാൻ. തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ കൊട്ടാരങ്ങൾ, നിങ്ങളുടെ വീടുകൾ. മസാക്കിൻ, മസ്കൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മസ്കൻ സുക്കൂനാവുന്ന സ്ഥലം. എന്താ അർത്ഥം? ഒരു മനുഷ്യന് വീടുണ്ടെങ്കിൽ പിന്നെ അവന് പകുതി അല്ല ഏതാണ്ട് 90% അയാൾക്ക് എന്തായി കഴിഞ്ഞു? 3 കാര്യങ്ങളാണ് പുണ്യനബി ഭാഗ്യം എന്ന് പറഞ്ഞത്. 3 കാര്യങ്ങൾ. അള്ളാഹു ആ ഭാഗ്യം നിലനിർത്തട്ടെ. നല്ല വീട്, അതായത് വിശാലവും വിസ്തൃതവുമായി നമ്മൾ ചെന്നാൽ ആനന്ദം തോന്നുന്ന വീട്. നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ ചെന്നാൽ ആനന്ദത്തോടെ സ്വീകരിക്കുന്ന ഭാര്യ. നല്ല വാഹനം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടു നടക്കുന്ന വാഹനം. ഇത് 3 ഉണ്ടോ അയാൾ ആരാണ്? ഭൂമിയിലെ സൗഭാഗ്യവാനാണ്. അള്ളാഹു നിലനിർത്തട്ടെ. ഭൂമിയിലെ സൗഭാഗ്യവാൻ. എന്തേ? അതെ, നല്ല വാഹനം, നല്ല ഭാര്യ, നല്ല വീട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഇതിനേക്കാളേറെ സൗഭാഗ്യമുള്ള മറ്റൊന്നുമില്ല. നല്ല വീടില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ്. വീടില്ലായ്മ എന്നതൊരു വലിയ ആശങ്കയാണ്. നല്ല ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ പോയി എല്ലാം. പണ്ടാരോ വഞ്ചിയിൽ കയറിയപ്പോ ചോദിച്ച പോലെയാണ്. എന്ത് അല്ലെ? വലിയൊരു പണ്ഡിതൻ ചോദിച്ചു, മോനെ നിനക്ക് സൈക്കോളജി അറിയാമോന്ന് ചോദിച്ചു. ആരോട്? ഇതൊന്നും അറിയാത്തൊരു സാധുവിനോട്. എനിക്കറിയില്ലാന്ന് പറഞ്ഞു. ബയോളജി അറിയാമെന്ന് വെച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അയാളിങ്ങനെ ഓരോ ശതമാനം കുറച്ചുകൊണ്ടിരുന്നു അല്ലേ. അന്ന് നിന്റെ 25% പോയി, 25% പോയി, അങ്ങനെ ഓരോ ശതമാനം കുറച്ചു. ബയോളജി അറിയോ, കോസ്മോളജി അറിയോ, ഇന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അവസാനം ഇയാൾ കുറച്ച് ഏതാണ്ട് 10-15% ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഇയാൾ തിരിച്ചു ചോദിച്ചു, അല്ല മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല, ഈ വള്ളം മുങ്ങാനായിട്ടുണ്ട്, നിങ്ങൾക്ക് നീന്തോളജി അറിയോന്ന് ചോദിച്ചു. അറിയില്ല മോനെ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാം പോയി, ഞാൻ പോവാന്ന് പറഞ്ഞു. എന്ന പോലെയാണ് എന്ത് ഈ ഭാര്യ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം ഓളജി ഉണ്ടിട്ടും കാര്യമില്ല, ഒക്കെ പോയി. അള്ളാഹു നന്നാക്കട്ടെ, നല്ലത് നിലനിർത്തട്ടെ, സൗഭാഗ്യങ്ങൾ അത്രയും അള്ളാഹു നിലനിർത്തട്ടെ. നല്ല വാഹനവും അതുപോലെയാണ്. അള്ളാഹു സൗഭാഗ്യങ്ങളെ തരട്ടെ. എന്തിനറിയോ? മുഅ്മിനായി ജീവിക്കാൻ ശാന്തി വേണം, സമാധാനം. അവിടെ നല്ല ഭാര്യ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു നല്ല ഭാര്യ ഉണ്ടെങ്കിൽ നല്ല മനുഷ്യനുണ്ടാവും. ഒരു പുരുഷന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന നിദാനം നല്ല ഭാര്യ. അവള് സമാധാനം കൊടുത്താൽ ഈ ഭൂമിയിൽ എന്തും ചെയ്യാൻ ആർക്ക് പറ്റും അല്ലെ? നല്ല മനുഷ്യനെ ശ്രദ്ധിക്കുന്നിടത്ത് നല്ല പെണ്ണിന്റെ സ്വാധീനമുണ്ട്. നല്ല ഉമ്മ ഇല്ലെങ്കിൽ പോയി. നല്ല ഉമ്മയാണല്ലോ നല്ല ഭാര്യ. കാരണം നല്ല ഭാര്യ ആവുമ്പോ എന്റെ പ്രിയപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവനായി അവളായി ആര് മാറും? അപ്പൊ ഞാൻ എന്റെ ഭർത്താവുമായി എന്നും ശണ്ട കൂടാണെങ്കിൽ എന്റെ മക്കൾ എന്തിലായി പോകും? ആ ശണ്ടയുടെ സംഘർഷത്തിലായി മാറും. എന്റെ മക്കളുടെ മനസ്സ് മാറിപ്പോകും.
അവർ നിരന്തരം പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് അവരുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നവരാകും. അവരുടെ മനസ്സും സ്വഭാവവും മാറിപ്പോവും എന്ന് ആര് ചിന്തിക്കും? നല്ല ഉമ്മ ചിന്തിക്കും. അപ്പൊ നല്ല ഉമ്മ, നല്ല ഭാര്യ, നല്ല ഭാര്യ ഉണ്ടായാൽ നല്ല മസ്കൻ, നല്ല മസ്കൻ. അവിടെയാണ് മസാക്കിൻ. ഉണ്ടോ? എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും നന്നായി പറഞ്ഞതാണ് മസാക്കിൻ. എന്താ വെച്ചാൽ മസ്കൻ ശാന്തിയാണ്. ലി തസ്കുനൂ ഇലൈഹാണ്, നിങ്ങൾ അവരിലേക്ക് ശാന്തമാകാൻ. വെച്ചാൽ നിങ്ങളുടെ മനസ്സ് മുഴുവൻ അവിടെ അങ്ങ് ശാന്താവും. നല്ല വീട്ടിൽ ചെന്ന് നല്ല പിന്നെ ഭാര്യയുടെ ജീവിതവുമായി ഒക്കെ അങ്ങനെ ബന്ധപ്പെട്ടാൽ എല്ലാം ശാന്തമാവും, അടങ്ങും, എല്ലാം ശാന്തവും. അതാണ് മസാക്കിൻ. എന്തൊക്കെ പറയാനല്ലേ, സുബ്ഹാനല്ലാഹ്. ഒരായത്തുമ പോലും 1000 വട്ടിരുന്ന് ആലോചിക്കാം, 1000 നാളിരുന്ന് പറയാം. എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങൾ. വമസാകിനു തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടും വിധമുള്ള നിങ്ങളുടെ വീടുകൾ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അത് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ ഇഷ്ടമാണോ? വറസൂലിഹി, അവന്റെ റസൂലിനേക്കാളും. വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? അങ്ങനെയെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നോളൂ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ഫാസിഖീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നേയില്ല, അവർക്ക് ഹിദായത്ത് കൊടുക്കുകയില്ല. ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാറ്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞതിൽ മനുഷ്യന്റെ ദുന്യാവ് ഉള്ളടക്കമുണ്ട് അല്ലേ? ഇനി ഇതിനേക്കാൾ വേറെ ദുന്യാവുണ്ടോ? അല്ലേ? വാപ്പ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാതാവും പിതാവും. അബ്നാവ് എന്ന് പറഞ്ഞാൽ മക്കളാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യ, ഇണകളാണ്. അഷീറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബാണ്. ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാണ്. അഷീറത്ത് എന്ന് പറഞ്ഞാൽ മറ്റു കുടുംബങ്ങളാണ്. ഇപ്പൊ ഒന്ന് എണ്ണിയൊക്കെ, ഒന്ന് വാപ്പ, മറ്റൊന്ന് വാപ്പാന്ന് ഉദ്ദേശിച്ചു വാപ്പയമ്മയും, മാതാപിതാക്കൾ, പിന്നൊന്ന് മക്കൾ, പിന്നെ മക്കൾ, മൂന്നാമത്തത് അല്ലേ ഇഖ്വാൻ സഹോദരന്മാർ, അസ്വാജ് ഇണകൾ, അഷീറത്ത് കുടുംബക്കാർ, അംവാൽ സ്വത്തുക്കൾ, തിജാറത്ത് കച്ചവടം, മസാക്കിൻ. അപ്പൊ എത്രയായി അല്ലേ? ഈ 9 ഉണ്ടായാൽ ഏകദേശം ജീവിതമായി. ഈ 9 എന്ന ഭൗതിക ജീവിതത്തെക്കാൾ നീ ആരെ സെലക്ട് ചെയ്യണമെന്നർത്ഥം? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും, വേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ ജീവത്യാഗത്തെയും നീ ഇഷ്ടപ്പെടുന്നത് വരെയും നീ ആരാകുന്നില്ല? യഥാർത്ഥ മുഅ്മിനാകുന്നില്ല. ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, ചിലടത്ത് കാണാം ഭീകരമായ തിന്മകൾ കടന്നു വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എന്തിനെ? റീഹൻ ഹംറാ, ചുവന്ന കാറ്റ് വരുന്നതിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂൽ. ചുവന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തീക്കാറ്റ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത വിധം ഖബറിൽ കിടക്കുന്നവനെ നോക്കി സത്യവിശ്വാസി പറയുന്ന കാലം വരാനുണ്ടെന്ന് മുഹമ്മദ് റസൂൽ. നന്നായല്ലോ, പോയത് നന്നായല്ലോ, നിനക്ക് സുഖല്ലേ എന്ന് ആര് പറയും? ജീവിച്ചിരിക്കുന്നവൻ പറയുന്ന കാലം വരാനുണ്ട്. ഇർതഖിബൂ റീഹൻ ഹംറാ, ആ കാലം വന്നാൽ നിങ്ങൾ ചുവപ്പൻ കാറ്റിനെ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചുവപ്പൻ കാറ്റാണാവോ ഇസ്രയേലിന്റെ തീരങ്ങളെ അടിച്ചു കശക്കുന്നത്? ഒന്നും ചെയ്യാൻ മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതിന് ഇനി അതിനേക്കാൾ വലിയ ഉത്തരവുണ്ടോ? എല്ലാം ചെയ്യാനാകുമെന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിന്റെ പിന്തുണയോടെ സകലമാന അഹങ്കാരത്തിന്റെയും മൂർധന്യഭാവമായി ജീവിച്ച ഒരു രാജ്യം ഇന്ന് അനുഭവിക്കുന്ന വല്ലാത്ത ദയനീയതയുടെ ചിത്രമാണ് നാം കാണുന്നത്. ഒരു പറ്റം പാവം കുഞ്ഞുമക്കളെപ്പോലും ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കുമ്പോഴും പൊട്ടിച്ചിരിച്ചിരുന്ന ജഹൂദൻ ഇന്ന് കരയുന്നു. ആർക്കെങ്കിലും സഹായിക്കാനാകുമോ എന്ന് നിരന്തരം ചോദിക്കുന്നു. പലസ്തീനിയെ കുറ്റം പിടിക്കുന്നത് വെറുതെ പറയാണ്. ഏതോ ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ മാത്രം കത്തുന്നതല്ല ഇസ്രയേലിൽ നിന്ന് കത്തുന്ന കത്ത്, മറിച്ച് അതെന്തോ അള്ളാഹുവിന്റെ വല്ലാത്ത ശാപത്തിന്റെ ഒരു
പ്രതിധ്വനി പോലെയാണ് അത് കത്തിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലേ? കണ്ടില്ലേ അതിന്റെ ചിത്രം? പേടിച്ചു പോകും നമ്മൾ പേടിക്കണം. അത് ഇസ്രയേൽ കത്തുന്നു. മനുഷ്യൻ ആരായാലും നമ്മൾ അങ്ങനെ തന്നെ കാണുകയും വേണം. അല്ലാഹുവേ നീ കാക്കണേ എന്ന് തന്നെ ദ്വാരക്കണം. പക്ഷെ അതിനേക്കാളും ഏറെ ഒരുപാട് പാഠങ്ങളുണ്ട്. അത് ഇസ്രയേലിന് മാത്രം ഒതുങ്ങുന്നതല്ല. റസൂൽ ഇങ്ങനെയും പറയുന്നുണ്ട്, അവസാന കാലം ഹിജാസിൽ നിന്ന് തീ വരുമെന്ന് സയ്യിദുന റസൂൽ. ഹിജാസിൽ നിന്ന് തീ വരുമെന്ന് പുണ്യനബി. വാതകങ്ങൾ, അങ്ങനെ മഴ പെയ്യുന്ന അസിഡിറ്റിയുള്ള വാതകങ്ങൾ പെയ്യുന്ന കാലം വരുമെന്ന് സയ്യിദുന റസൂൽ. അദ്ദുഖാൻ വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്വസിക്കാനാവാതെ മനുഷ്യന് ഓടേണ്ടി വരുന്ന കാലം വരുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് എത്ര പെർസെന്റേജാണ് കാർബൺ ഡൈ ഓക്സൈഡ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഡൽഹി ഭരണകൂടങ്ങൾ നിരന്തരം ജനങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇനി ഒരു പടക്കം പൊട്ടിയാൽ പോലും പ്രശ്നമാവുമെന്നാണ് ഇന്ന് ഡൽഹിയുടെ ഭരണാധികാരികൾ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വിഷവാതകങ്ങൾ പെയ്യുന്നു എന്നർത്ഥം. അത് കുമിഞ്ഞും കൂടി നിൽക്കുന്നു എന്നർത്ഥം. വായു മലിനമായിരിക്കുന്നു എന്നർത്ഥം. ഏതാണ്ട് വലിയ താമസമൊന്നുമില്ല ഈ ഭൂമിക്ക് എന്നാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങും പറയുന്നത്. റോബോട്ടുകൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം തീവ്രമാക്കുകയും ചെയ്ത ഈ പുതിയ ലോകം അതുകൊണ്ട് മാത്രം അടുത്തു തന്നെ നാശത്തിലേക്ക് പോകും എന്നാണ്. പടച്ചോനറിയാം, ഇനി വരാൻ പോകുന്ന ഈ പുതിയ ജന്തുക്കൾ എന്ന് പറഞ്ഞ റോബോട്ടുകളാണെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കാനാവാതെ പോകുന്ന നാശത്തിലേക്കായിരിക്കും അതൊക്കെ എത്തിക്കുന്നത്. അങ്ങനെ ഭീകരമായ നാശം വരാൻ പോകുന്നു എന്ന് ശാസ്ത്രലോകം പറയുന്നു. അതിനേക്കാളും എത്രയോ മുമ്പ്, 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മനോഹരമായി ഷെയ്ഖ് ഹംസ യൂസുഫ് ഇതിന്റെ ചിത്രീകരണം കൊടുത്തിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് ഇങ്ങനെ നെഞ്ചു പൊട്ടിപ്പോകും, പേടിച്ചു പോകും. കാണാൻ പറ്റുന്നെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രൊജക്ട് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. വെറുതെ ഇങ്ങനെ സയൻസ് ഓഫ് ദ ലാസ്റ്റ് ഡേ, സയൻസ് ഓഫ് ദ ലാസ്റ്റ് ഡേ. റസൂലുള്ള പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തരുന്നത്. അതായത് വിഡ്ഢികൾ നേതാക്കന്മാരാകുന്ന കാലം, വലിയ തെമ്മാടികൾ രാജ്യം ഭരിക്കുകയും തെമ്മാടികൾ നാടിന്റെ ആളായി മാറുകയും ചെയ്യുന്ന കാലം. ഇതൊക്കെ റസൂലുള്ള പറഞ്ഞതാണ്. തെമ്മാടികൾ ആധിപത്യം വഹിക്കുന്ന കാലം. ഒരു നാട്ടിൽ തെമ്മാടികൾ കൂടും, അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. ഫാസിസം അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരുതരം ഏകാധിപത്യ പ്രവണതയാണ് ഇന്ന് ലോകത്തെ തന്നെ ഭരിക്കുന്നത്. തെറ്റു ശരിയല്ല, ജനാധിപത്യമാണ് ശരി എന്ന് പറഞ്ഞാൽ ആൾബലമാണ് ശരി എന്ന് പറയുന്ന ഒരു സമൂഹം ജീവിക്കുന്ന കാലമാണ്. തെമ്മാടികൾക്ക് ആധിക്യം വരുന്ന കാലം വരാനുണ്ടെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കിയാൽ ഇനി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇനി എന്നാ വിശ്വസിക്കാൻ നമുക്ക് തോന്നിപ്പോകും. അത്രയേറെ സത്യങ്ങൾ പുലരുകയാണ്. എന്റെ കുഞ്ഞുമക്കൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ ഭാവി കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്ന പ്രകാരം ആ പ്രവചനങ്ങൾ നിരന്തരമായി പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നന്നാവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ഈ നന്നാവാൻ ഒരു സമയം അള്ളാഹു തരണമെന്നില്ല. കാരണം അള്ളാഹു പറഞ്ഞു എപ്പോഴാ വരാ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വരും എന്നാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്ന അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. എന്ത് തെമ്മാടികൾ വർദ്ധിക്കൂന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. വലിയ വലിയ ഭരണാധികാരികളെ മോശമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ചർച്ച ഇങ്ങനെ നടക്കും. ചർച്ച നടന്നുകൊണ്ടിരിക്കെ പിന്നെ എപ്പോഴോ വേറൊരാൾ വന്നിട്ടുണ്ടാവും, ഇമാം മഹദി. പിന്നെ ഇങ്ങനെ നമ്മളതൊന്നും അറിയണ്ടാവില്ല. ഇങ്ങനെ ചർച്ചയിലായിരിക്കും നമ്മൾ സ്ഥാപിക്കുന്നുണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, അങ്ങോട്ട് പോയിണ്ടാവില്ല. അവസാനം ഒരു ടാപ്പ് എടുത്താൻ പിടിക്കും. അപ്പോ എങ്ങനെയെന്നറിയോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അന്നത്തെ ദിവസത്തിന്റെ രാത്രി എന്തേ പകലാവാത്തത് ഇങ്ങനെ പേടിച്ചാലോചിക്കുന്ന സമയം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഒരു രാത്രിക്ക് പിന്നൊരു സൂര്യോദയത്തിന് കാത്തിരിക്കേണ്ടി വരുമെന്നർത്ഥം. ആ രാത്രിയിലെ തഹജ്ജുദ് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് സുബഹിക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷെ സുബഹി ബാങ്ക് വിളിക്കണില്ല, എന്നുവെച്ചാൽ സുബഹി ആകുന്നില്ല. രാവ് വെളുക്കുന്ന ലക്ഷണം കാണാനില്ല. ആളുകൾ പള്ളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. രാത്രിയിലായി കഴിഞ്ഞു പോകുന്ന ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങും എന്താ സംഭവിച്ചതെന്ന്. പിറ്റേ ദിവസത്തിന്റെ പ്രഭാതം ഉണരും. പക്ഷേ ആ പ്രഭാതത്തിന് കിഴക്കല്ല വെളിച്ചം കീറിയത്, മറിച്ച് എവിടെയാണ് കീറിയത്? അതെ, പ്രപഞ്ചത്തിന്റെ വലിയ മാറ്റം പോലെ സൂര്യന്റെ അസ്തമാന ചക്രവാളത്തിൽ നിന്ന് സൂര്യോദയം ഉണ്ടാകും. പിന്നെ ഒരൊറ്റ കുട്ടിയുടെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല. ഒരൊറ്റ കുട്ടിയുടെയും തൗബ അല്ലാഹു സ്വീകരിക്കൂല. അപ്പോഴാണ് കറുത്ത പുകകൾ ഇറങ്ങുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാം, ഇല്ലാത്തവന്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് തൗബ ചെയ്യാനുള്ള സമയം ഇനി മാറ്റിവെക്കാനില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ. വഴികേടുകൾ നിരന്തരം ഞങ്ങളെ വേട്ടയാടുന്നു. റഹ്മാനെ, ഞങ്ങളെ നീ വഴികേടുകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ സദസ്സിലിരുന്നത് പോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ, നിന്റെ സൗഭാഗ്യകരമായ തൃപ്തിക്ക് വേണ്ടി നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ചാരത്തു ചെല്ലാൻ, അവിടുത്തെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ, അവിടുത്തെ സംഗീതം പോലെ മനോഹരമായി കേൾക്കേണ്ട ഖുർആന്റെ പാരായണം കേൾക്കാൻ അല്ലാഹുവേ നീ സൗഭാഗ്യം തരണേ അല്ലാ. നീ സൗഭാഗ്യം തരണേ അല്ലാ. റഹ്മുറാഹിമീനെ, ഞങ്ങൾ പറഞ്ഞതെന്തെങ്കിലും തെറ്റിയെങ്കിൽ അല്ലാഹുവേ നീ മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വിശുദ്ധമായ ഈ ഖുർആന്റെ ക്ലാസ്സിനെ നീ നിലനിർത്തണേ അല്ലാ. ഇത് മറ്റുള്ളവർക്ക് നീ പകരാൻ, ആളുകൾക്ക് നീ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം നീ ഞങ്ങളെ അനുഗ്രഹിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും നീ അസർ ചെയ്യിപ്പിക്കണേ തമ്പുരാനെ. ഹൃദയങ്ങൾ പേടിക്കാതെ പോകുന്ന ഒരു ഹൃദയം നീ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഓരോ നിമിഷവും നിന്നെ ഓർക്കാനും വിതുമ്പാനും കഴിയുന്ന വിധം നീ ഞങ്ങളുടെ ഹൃദയത്തെ നീ നന്നാക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബാകണേ അല്ലാ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തം. നിന്റെ ഹബീബാകണേ അല്ലാ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഇഷ്ടം. നിന്റെ ഹബീബാകണേ അല്ലാ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാർഗദർശകൻ. അല്ലാഹുവേ, പഴച്ചു പോകുന്നതൊന്നും നീ ഞങ്ങൾക്ക് വരുത്തല്ല തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്ക് റബ്ബേ. അവരെ നീ നല്ല ആബിദീങ്ങളാക്ക് റബ്ബേ. അവർക്ക് നീ ബുദ്ധിയിൽ മൂർച്ച കൊടുക്കണേ തമ്പുരാനെ. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കൊടുക്കണേ റഹ്മാനെ. അവരെ നീ രണ്ടു ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. അവരെ കൊണ്ട് നീ ഞങ്ങൾക്ക് നീ തൃപ്തിയും ആനന്ദവും ഉണ്ടാക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ റബ്ബേ, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം അറിയുന്നവനും എല്ലാം പരിഹരിക്കുന്നവനും നീ മാത്രമാണ് തമ്പുരാനെ. നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിക്കണേ അല്ലാ. നല്ല ആരോഗ്യവും നല്ല ആയുസ്സും നല്ല സൗഭാഗ്യങ്ങളും നല്ല ഇൽമും നല്ല ഖൗഫും നല്ല തഖ്വയും നീ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. അവരാൽ തന്നെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. അവരാൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ കഴിയും വിധം നീ ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ തമ്പുരാനെ. അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാക്കണേ തമ്പുരാനെ. അവർക്ക് തൃപ്തി ഉണ്ടാകുന്നത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ദീനും ഈമാനും നീ സുരക്ഷിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകൾ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നവർ നാഥ, നീ അവർക്കൊക്കെയും നീ സൗഭാഗ്യകരമായ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സമാധാനം കൊടുക്കണേ അല്ലാ. രോഗമുക്തികൾ നൽകണേ അല്ലാ. ആരോഗ്യവും ആയുസ്സും നൽകണേ അല്ലാ. ദുനിയാവിൽ നിന്നുള്ള യാത്രയിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. ഉഖ്റവിയായ ജീവിതത്തിലും കൂട്ടുകൂടാൻ നീ സൗഭാഗ്യം തരണേ റഹ്മാനെ. അർഹമുറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊന്നും നീ പൊറുക്കാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തഖ്വയില്ലാത്ത വിധം നീ ഞങ്ങളെ കൊണ്ടുപോകല്ല റബ്ബേ. നിന്നെ കാണാനുള്ള മോഹത്തിൽ മരിപ്പിക്കണേ തമ്പുരാനെ. നിന്നെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് മരിക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ.